അപ്പം നമ്മൾ എഫ് എസ് ഒക്കെ പ്രിപ്പയർ ചെയ്തു അല്ലേ? എഫ് എസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു. എഫ് എസിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് കുറേ ഭാഗം പഠിച്ചു അല്ലേ? ഇനി വരാൻ പോകുന്നത് എന്താണ്? ആ എഫ് എസിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യല അല്ലേ? ഇൻ്റർപ്രിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എഫ് എസിലുള്ള കമ്പണൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്? ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ കമ്പനി അക്കൊല്ലം എത്രത്തോളം ഇംപ്രൂവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എന്താണ് വഷളായിട്ടുണ്ട്, ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് എഫ് എസ് ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ എഫ് എസ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ പ്രയർ ഇയർ, അതായത് പ്രീവിയസ് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ എഫ് എസിനെ കമ്പയർ ചെയ്യും. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഭാവിയിൽ നമുക്ക് എത്രയാണ് എമൗണ്ട്സ് ഒക്കെ വരിക എന്നുള്ളത് എസർട്ടൈൻ ചെയ്യും. അതിനാണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ എഫ് എസും കോമ്പറ്റീറ്റേഴ്സ് എഫ് എസും നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിലൂടെ യൂസേഴ്സ്, അതായത് എഫ് എസ് ആരാണോ യൂസ് ചെയ്യുന്നത് അവർക്ക് എന്താണ് കിട്ടുക? അവർക്ക് ഇൻഫർമേഷൻ ആണ് കിട്ടുക. അവർക്ക് എന്ത് കിട്ടും? ഇൻഫർമേഷൻ കിട്ടും റിഗാർഡിങ് ദ സെയിൽസ് ആൻഡ് എക്സ്പെൻസ് ഫിഗർ. പിന്നെ എന്താണ്? അസറ്റ്സും ലയബിലിറ്റി ബാലൻസസും പിന്നെന്താണ്? ക്യാഷ് ഫ്ലോസും. ക്ലിയർ അല്ലേ? ഇനി ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസിൻ്റെ പേരാണെന്ത്? റേഷ്യോ അനാലിസിസ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ എഫ് എസിനെ ഇവാലുവേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ഡാറ്റ ആയാലും പ്രശ്നമില്ല. എഫ് എസിൻ്റെ ഉള്ളിലുള്ളതും പുറമേ ഉള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. റോ ആയാലും റെഡിലി അവൈലബിൾ ആയാലും അതൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ റേഷ്യോസ് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പാരിസണിന് വേണ്ടിയിട്ടാണ്, ആനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഫ് എസ്. ക്ലിയർ അല്ലേ? ഇനി ആരൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് അല്ലേ? സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ആരൊക്കെ വരുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സും ഭാവിയിൽ ഷെയർ ഹോൾഡേഴ്സ് ആവാൻ ചാൻസ് ഉള്ള ആൾക്കാരും, അതായത് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും, ഇവർ രണ്ടാളും എന്ത് ചെയ്യും? എഫ് എസ് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് റിട്ടേൺസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് സപ്ലയേഴ്സ് ആൻഡ് ലെൻഡേഴ്സ്. ഇനി എന്ത് ചെയ്യും? നമ്മൾക്ക് ഗുഡ്സ് കടത്തിന് തരുന്നവരും നമ്മൾക്ക് പൈസ കടം തരുന്നവരും, ഇവർ രണ്ടാളും എന്ത് ചെയ്യും? നമ്മളുടെ സോൾവൻസി നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എഫ് എസ് റെഫർ ചെയ്യും. ക്ലിയർ അല്ലേ? അടുത്തത് എന്താണ്? മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിന് എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടി, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ ബിസിനസ്സിനെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റിന് അല്ലേ? വേറെ ഇവരല്ലാത്ത വേറെ ആരൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക് ആവാം, എന്തും ആവാം. ഓക്കെ അല്ലേ? പിന്നെ ആരാണ്? എംപ്ലോയീസ് അല്ലേ? അവർക്ക് പേയ്മെൻ്റ് ഒക്കെ റേസ് കിട്ടുമോ, അവർക്ക് ഇക്കൊല്ലം എന്തെങ്കിലും ബോണസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഇതിനൊക്കെ എന്ത് ചെയ്യും? എംപ്ലോയീസ് യൂസ് ചെയ്യും. പിന്നെ ആരാണ്? പ്രൊഫഷണൽ അഡ്വൈസേഴ്സ് ടു ഇൻവെസ്റ്റേഴ്സ്. ഇനി ഇൻവെസ്റ്റിങ് ചില സമയത്ത് നമ്മൾക്ക് പകരം വേറെ എന്ത് ചെയ്യും? എക്സ്പേർട്ട് ആൾക്കാർ നമ്മളുടെ പൈസ കൊണ്ടുപോയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവരും എന്ത് ചെയ്യും? നമ്മളുടെ എഫ് എസ് യൂസ് ചെയ്യും. പിന്നെ ആരാണ്? ഫിനാൻഷ്യൽ ജേർണലിസ്റ്റ് ആൻഡ് കമൻറ്റേറ്റേഴ്സ്. ജേർണലിസ്റ്റ് പലതരത്തിലുണ്ട് അല്ലേ? അപ്പം മണി ആസ്പെക്ട് അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഒക്കെ ജേർണലിസം നടത്തുന്നവർ അവരെന്ത് ചെയ്യും? എഫ് എസ് യൂസ് ചെയ്യും. പിന്നെന്താണ്? കമൻറ്റേറ്റേഴ്സ്, അതായത് കമൻറ്റേറ്ററി ഒക്കെ പറയുന്ന ആൾക്കാർ, മാഗസീനിലൊക്കെ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ പറയുന്ന ആൾക്കാർ, അവരൊക്കെ എന്ത് ചെയ്യും? ഇത് യൂസ് ചെയ്യും. ഇപ്പം ശ്രദ്ധിക്കുക, എന്താണ് റേഷ്യോ അനാലിസിസ്? സിംപ്ലി പറയുവാണെങ്കിൽ ഒരു നമ്പറിനെ വേറൊരു നമ്പറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, വൺ എമൗണ്ട് റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് അനദർ. ഓക്കെ, ഒരു എമൗണ്ട് വേറൊരു എമൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു എമൗണ്ടിനെ മറ്റൊരു എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ എടുത്തു. ശ്രദ്ധിക്കേ കയ്യിൽ നിന്ന് പോവേ. രണ്ട് കാര്യങ്ങൾ എടുത്തു, ആ രണ്ടും ഞാൻ എന്താണ് അപ്പുറം ഇപ്പുറം കമ്പയർ ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ പറയണേ, ഞാൻ എന്ത് ചെയ്തു? കമ്പനിയുടെ എക്സ്പെൻസസ് ടോട്ടൽ എടുത്തു, കമ്പനിയുടെ സെയിൽസ് ടോട്ടൽ എടുത്തു. ഇത് രണ്ടും ഞാൻ കമ്പയർ ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ചെയ്തു. അത് റേഷ്യോ ആണ്. ക്ലിയർ അല്ലേ?
അത് ഞാൻ എന്താ നോക്കുന്നത്, എക്സ്പെൻസസ് പെർ സെയിൽസ്, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നോക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം റേഷ്യോസ് പല രീതിയിലുണ്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4 തരത്തിലുള്ള റേഷ്യോസ് ആണ്. ഒന്ന് പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, എഫിഷ്യൻസി, പൊസിഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കാമല്ലോ, ഓരോന്നും എന്താന്ന് നോക്കാമല്ലോ. പിന്നെ സിലബസ് മാറിയോണ്ട് ചിലപ്പം വേർഡ്സിൽ ചെറിയ ചെറിയ വേർഡ്സിലൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷേ FA ടോട്ടലി സെയിം ആയിരിക്കും. അതായത് FAൻ്റെ മെത്തേഡ്, ഡൂയിങ് ഓഫ് തിങ്സ് എല്ലാം സെയിം ആയിരിക്കും. ഞാനിപ്പം ഫോളോ ചെയ്യുന്ന സിലബസ് എനിക്ക് തോന്നുന്നു 2025 വരെ വാലിഡിറ്റി ഉള്ള സാധനം. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. കണ്ടായിരുന്നു ആരെങ്കിലും? അവിടെ ഗ്രൂപ്പ് മ്യൂട്ടാക്കരുതേ കേട്ടാ, ഗ്രൂപ്പ് മ്യൂട്ടാക്കരുത്, ഗ്രൂപ്പ് ആർച്ച് ചെയ്യരുത്. ആവശ്യമുള്ള എന്തെങ്കിലും ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് കാണൂല. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. എന്താണ് ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്? അപ്പോൾ റേഷ്യോസ് ഞാൻ പറഞ്ഞു എന്താണ്, ഒരു നമ്പറിനെ വേറൊരു നമ്പറായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് എന്താവും, റേഷ്യോസ് ആവും അല്ലേ? അതിൽ ഫസ്റ്റ് വൺ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. എന്താണ് ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ? ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി നമ്മൾ മെജർ ചെയ്യുവാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി നമ്മൾ മെജർ ചെയ്യുവാണെങ്കിൽ അതെന്താണ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. ക്ലിയർ? 11th നിന്നും 12th നിന്നും പഠിച്ചിട്ടുണ്ടോ? ഇല്ല? ഡിഗ്രി പഠിച്ചാൽ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. എടാ ഇതിൽ ഗ്രോസ് പ്രോഫിറ്റ് അറിയാത്താളുണ്ടോ? ഗ്രോസ് പ്രോഫിറ്റ് അറിയാത്താളുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്താണ്? നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റിനെ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇക്വേഷൻ? സൈഡ് ഹെഡിങ് എഴുതിക്കോ, റേഷ്യോസ്. ഇപ്പൊ ഫസ്റ്റത്തെ റേഷ്യോ എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻടു 100, GP ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻടു 100. ഇനി സെയിൽസിന് പകരം നിങ്ങൾക്ക് എന്ത് വരാം, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് കാണാം, സെയിൽസ് എന്ന് മാത്രം കാണാം. ഓക്കെ. ഇനി ഈ റേഷ്യോ മാറാൻ വേണ്ടി ചില റീസൺസ് ഉണ്ടാവും. ഈ റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മളുടെ കമ്പനി എത്രത്തോളം ഗ്രോസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടോ ഫ്രം ദി സെയിൽസ്, അതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയൊക്കെ മാറാം? സി, ഇതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എഴുതുകയാണ്, റവന്യൂ COS മൈനസ് ചെയ്താലാണ് എന്ത് കിട്ടുക, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക അല്ലേ? COSന് നമുക്ക് എന്ത് പറയാം, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നും കൂടി പറയാം. ഓക്കെ. അപ്പൊ റവന്യൂന്ന് COS മൈനസ് ചെയ്താലാണ് എന്ത് കിട്ടുക, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ നിങ്ങൾ എത്ര ചിന്തിച്ചാൽ മതി, ഗ്രോസ് പ്രോഫിറ്റിനെ കൂട്ടുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? റവന്യൂ കൂടിയ ഗ്രോസ് പ്രോഫിറ്റ് കൂടൂലേ അല്ലേ? അപ്പൊ സെല്ലിംഗ് പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടായാൽ ഗ്രോസ് പ്രോഫിറ്റ് കൂടിയും കുറയും ചെയ്യും. ഗ്രോസ് പ്രോഫിറ്റ് കൂടുകയും കുറയും ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ശ്രദ്ധിക്കുക എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവാം. ഓക്കെ. ഇതിൽ ഏതാണ് ഗ്രോസ് പ്രോഫിറ്റ് കുറക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞിട്ട് 4 സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഇതിൽ ഇത്ര മാത്രം ലോജിക്കലി ചിന്തിക്കുക. ഈ COS നിങ്ങൾ സ്പ്ലിറ്റ് ആക്കണം. COS 3 എണ്ണമാണ്. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. റവന്യൂ കൂടുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കൂടും ഇല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് കൂടിയാൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കൂടും. ഓക്കെ. COS കുറയുവാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്താവും, കൂടും. COS കൂടുകയാണെങ്കിലോ ഗ്രോസ് പ്രോഫിറ്റ് കുറയും അല്ലേ? ഇൻഡയറക്റ്റ് ആണ്. ഓക്കെ. ഗ്രോസ് പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യുന്ന എന്തോ ഇവിടെ എഫക്ട് ചെയ്യും, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എഫക്ട് ചെയ്യും. GPR എന്ന് പറയും, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയാൽ ഗ്രോസ് പ്രോഫിറ്റ് കുറയുമോ കൂടുമോ? ക്ലോസിംഗ്, ചിന്തിച്ച ആൻസർ പറയണേ. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി ഗ്രോസ് പ്രോഫിറ്റ് കുറയുകയാണോ ചെയ്യുക, ഗ്രോസ് പ്രോഫിറ്റ് കൂടുകയാണോ ചെയ്യുക? ഉറപ്പല്ലേ? ശ്രദ്ധിച്ചോ.
COSനെ കുറക്കുന്ന ഐറ്റം എന്താ? COSനെ കുറക്കുന്ന ഐറ്റം എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയ COS കുറയൂലേ? COS കുറഞ്ഞ ഗ്രോസ് പ്രോഫിറ്റ് എന്താവും? കൂടും. കേട്ടാ, എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. രണ്ടും വരും, കാൽക്കുലേഷനും വരും, ഇതുപോലെയും വരും. ചിന്തിച്ച് ആൻസർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുക. ക്ലോസിംഗ് സ്റ്റോക്കും ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ചിന്തിച്ച് ആൻസർ ചെയ്യാം. ഇനി ശ്രദ്ധിക്കുക, പ്രോഡക്റ്റ് മിക്സ്. എന്താണ് ഈ പ്രോഡക്റ്റ് മിക്സ്? നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ 2 പ്രോഡക്റ്റ്സ് വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെ, നമ്മൾ ക്ലോത്ത് ഇൻഡസ്ട്രി ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്ലോത്തും വേണം, സ്റ്റിച്ച് ചെയ്യുന്ന നൂലൊക്കെ വേണം, അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒന്ന് കുറേയും കൂടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തും എഫക്റ്റ് ചെയ്യും? GPയും എഫക്റ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ പ്രോഡക്റ്റ് മിക്സ് ആണ് രണ്ടാമത്തത്. മൂന്നാമത്തത് പെർച്ചേസ് കോസ്റ്റ് ആണ്. നമ്മൾ സപ്ലയർ അടുത്ത് നിന്ന് വില കുറഞ്ഞിട്ട് ഗുഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? COS കുറയും, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കൂടും. വില കൂടിയിട്ടാണ് കിട്ടിയിട്ടുണ്ടെങ്കിലോ COS കൂടും, ഗ്രോസ് പ്രോഫിറ്റ് കുറയും. ക്ലിയർ അല്ലേ? അടുത്തത് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ഇനി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കോസ്റ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഗ്രോസ് പ്രോഫിറ്റിനെ അത് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ വേജസ് ഒക്കെ കൂടിയെന്ന് വിചാരിക്കുക. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, എപ്പോഴും COSൽ എടുക്കണം. ക്ലിയർ അല്ലേ? ലാസ്റ്റ് വൺ, ഇൻവെൻട്രി വാല്യുവേഷൻ. നമ്മൾ IAS2 വാല്യൂ ചെയ്യുന്ന സമയത്ത് NRV ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെ ആയാലും എന്താവും? COS കുറയും കൂടുകയും ചെയ്യും. അപ്പം ഗ്രോസ് പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി COSലേക്ക് നമ്മൾ വരുത്തുന്ന കോസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ. പെർച്ചേസ് കോസ്റ്റ് എന്തായാലും പെടും, അല്ലേ? പെർച്ചേസസ് എന്നാണ് COSൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം. ഓപ്പണിംഗ് ഇൻവെൻട്രി എന്തായാലും ഉണ്ടാവും, അല്ലേ? പിന്നെന്താണ്? ക്ലോസിംഗ് ഇൻവെൻട്രി COSനെ എഫക്റ്റ് ചെയ്യും. പിന്നെന്താണ് എഫക്റ്റ് ചെയ്യുക? നമ്മളുടെ കമ്പനി ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ അത് COSന് തന്നെ കുറക്കണം. ഫോർ എക്സാമ്പിൾ IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റിലെ റിസർച്ച് എക്സ്പെൻസ് നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റുമായിട്ടാണെങ്കിൽ ആ റിസർച്ച് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും? COSലോട്ട് ആട്രിബ്യൂട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? അത് മാത്രം അവിടെ പറയുന്നുള്ളൂ. അണ്ടർസ്റ്റുഡ്? ഇനി ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റർ കമ്പനി കമ്പാരിസൺസ് നടത്താം. ഓക്കെ, അതായത് വളരെ നമ്മളുടെ കമ്പനിയുടെ ഉള്ളിലും നടത്താം, കമ്പനിയുടെ പുറത്തും നടത്താം. രണ്ടുമാണ്, ഇന്റർ കമ്പനി മാത്രമല്ല, രണ്ടും നടത്താം. ഓക്കെ, നമ്മൾ സെയിം ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കും. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോണിൻ്റെ ഇൻഡസ്ട്രി, നമ്മൾ അതേപോലത്തെ മൊബൈൽ ഫോണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു കോമ്പറ്റീറ്റർ ഉണ്ടാവും, അല്ലേ? അവരുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ത് ചെയ്യാം? നമ്മൾക്ക് ഒന്നിച്ച് കമ്പയർ ചെയ്യാം. ക്ലിയർ അല്ലേ? റേഷ്യോസ് എല്ലായിടത്തും സെയിമാണ്. ആരും എന്ത് ചെയ്യൂല? ഫോമിൽ മാറ്റിയിട്ടൊന്നും റേഷ്യോസ് കണ്ടുപിടിക്കില്ല. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻടു 100 തന്നെയാണ് എടുക്കുക. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാം. രണ്ടുമാണ്. റെഡി? നമ്മൾ റവന്യൂ COS കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, അല്ലേ? അതിലേക്ക് ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസസും മൈനസ് ചെയ്യും, ബാക്കി എല്ലാ ഇൻകമും ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ക്ലിയർ? ഓക്കെ, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണെന്ത്? നമ്മളുടെ എക്സ്പെൻസസ് മൊത്തം എടുത്ത് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്ത് എന്ത് കിട്ടി? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. അതായത് കമ്പനിയുടെ COS അല്ലാത്തുള്ള ബാക്കിയുള്ള എക്സ്പെൻസസ് ഉണ്ടാവുമല്ലോ കമ്പനി ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, അതൊക്കെ എടുക്കുക. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എടുക്കുക, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എടുക്കുക, ഫിനാൻസ് കോസ്റ്റ് എടുക്കുക. ഫിനാൻസ് കോസ്റ്റ് അല്ല, ബാക്കിയുള്ള എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ അതർവൈസ് നമുക്ക് എന്ത് പറയാം? PBIT എന്ന് പറയാം.
പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതായത് ഫിനാൻസ് കോസ്റ്റും ടാക്സും അടങ്ങാത്തുള്ള പ്രോഫിറ്റ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? PBIT ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. എഴുതി വെച്ചോ. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഓർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. ഇനി ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു COSനാണ് മാറ്റം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റവന്യൂവിൽ മാറ്റം ഉണ്ടെങ്കിലാണ് എന്ത് മാറുക? ഗ്രോസ് പ്രോഫിറ്റ് മാറുക. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എപ്പോഴായിരിക്കും മാറുക? GPക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാലും എന്താവും? നെറ്റ് പ്രോഫിറ്റ് എന്തായാലും മാറും, അത് ഉറപ്പാണ്. കാരണം എന്താ? നമ്മൾ GPനെയാണ് ഫെർദർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നെറ്റ് പ്രോഫിറ്റിലോട്ട് എത്തുന്നത് അല്ലേ? വേറെ എന്തൊക്കെയാണ് മാറാൻ നോക്കാമല്ലോ. ചേഞ്ചസ് ഇൻ എംപ്ലോയ്മെൻറ്റ് പാറ്റേൺസ്. നമ്മളുടെ കമ്പനിയുടെ എംപ്ലോയീസ് കൂടുകയും കുറയുകയും ചെയ്തു, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പേ ഔട്ട് കൂടുകയും കുറയുകയും ചെയ്തു. അപ്പോൾ എന്ത് മാറും? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ മാറും. ക്ലിയർ അല്ലേ? രണ്ടാമത്തേത് നമ്മുടെ ഡിപ്രീസിയേഷൻ, അതായത് നമ്മൾ വലിയ വലിയ അസറ്റൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പം അതിലുണ്ടാകുന്ന ചേഞ്ചസ് കാരണം എന്ത് മാറും? PBIT മാറും. മൂന്നാമത്തേത് സിഗ്നിഫിക്കൻറ്റ് റൈറ്റ് ഓഫ് ഓഫ് ഇറിക്കവറബിൾ ഡെറ്റ്. ID നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് മാറും? PBIT മാറും. അടുത്തത് റെൻ്റൽ എഗ്രിമെൻറ്റ്സ്, അതായത് നമ്മളൊരു ലീസ് പ്രോപ്പർട്ടി എടുത്തു, അതിൽ നിന്ന് നമ്മൾ റെൻ്റ് അടക്കും അല്ലേ? അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചേഞ്ചസിലും എന്ത് മാറും? PBIT മാറും. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഡ്വർടൈസിങ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ കമ്പനി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് നടത്തുകയാണെങ്കിൽ ആ കോസ്റ്റ് കാരണം എന്ത് മാറും? PBIT മാറും. എടാ മനസ്സിലാവാണ്ടുണ്ടാ? കണ്ണ് തുറന്ന് ഉറങ്ങുന്നുണ്ടോടാ? ഉണ്ടടാ? ഓക്കെ. അടുത്തത് റാപ്പിഡ്ലി ചേഞ്ചിങ് ഫ്യൂവൽ കോസ്റ്റ്. റാപ്പിഡ്ലി ചേഞ്ചിങ് ഫ്യൂവൽ കോസ്റ്റ് എന്താണ്? നമുക്ക് ഡിസ്ട്രിബ്യൂഷന് എന്ത് വേണം? വെഹിക്കിൾ വേണം അല്ലേ? അപ്പോൾ ഫ്യൂവൽ കോസ്റ്റ് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് കൂടും. കോസ്റ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? PBIT കുറയും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് തിയറിറ്റിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്. കാൽക്കുലേഷൻ അല്ലാതെ നിങ്ങളോട് സിറ്റുവേഷൻ വൈസ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഏരിയാസാണ് ഇതൊക്കെ. ഓക്കെ. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എടുക്കുന്ന സമയത്തോടെ ശ്രദ്ധിക്കേ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എടുക്കുമ്പം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, കമ്പയർ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സായിട്ട് തന്നെ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിൻ്റെ ബിസിനസ്സുമായിട്ടും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പെട്ട സർട്ടൻ കോസ്റ്റ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. സർട്ടൻ കോസ്റ്റ് എന്തായിരിക്കും? സെമി ഫിക്സ്ഡ് ആയിരിക്കും. അതായത് കുറച്ച് വരെ ഫിക്സ്ഡ്, ബാക്കി സെമി. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ് നമുക്ക് എന്തുണ്ട്? ഒരു മിനിമം ചാർജ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ചാർജ് മാറും അല്ലേ? അപ്പോൾ സെമി ഫിക്സ്ഡ് കോസ്റ്റ് എന്നാണ് പറയാതെ. ഇലക്ട്രിസിറ്റി എന്തല്ല? ഫിക്സ്ഡ് കോസ്റ്റ് അല്ല. വേറാസ് നമ്മൾ ഫാക്ടറിക്ക് റെൻറ്റ് കൊടുക്കുന്നത് എല്ലാ മാസവും സെയിം അല്ലേ? അത് ഫിക്സ്ഡ് കോസ്റ്റാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉൾപ്പെട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുക്കാൻ. ഇനി വേറെ ഏതെങ്കിലും വേരിയബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് എന്ത് കിട്ടും? പുറത്തേക്ക് കിട്ടും. കാരണം എന്താ? ചിലപ്പം കഴിഞ്ഞ കൊല്ലം കമ്പയർ ചെയ്ത വാല്യൂ ഇക്കൊല്ലം കമ്പയർ ചെയ്ത വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഡിഫറെൻറ്റ്? സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, ഫിക്സ്ഡ് കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തിരിയും? എങ്ങനെയാണ് നമ്മളുടെ പ്രോഫിറ്റ് മാറുന്നതെന്നുള്ളത് തിരിയും. അണ്ടർസ്റ്റുഡ്? ഇനി അടുത്തത് ROCE, റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. കുഷ്യാനോ പറഞ്ഞല്ല, ബൂസ്റ്റ് കുടിച്ചിട്ടായിരുന്നേ. കോഫിയാണോ? നിങ്ങൾ രാവിലെ കോഫി കുടിച്ചിട്ട് വന്നോടാ, ഉറക്കം വരൂലല്ലോ. ഇനിയിപ്പോൾ കുടിച്ചിട്ടല്ലേ? ഇനി ആകെ കൂടിപ്പോയാലും 4 ഗ്ലാസ് ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കടോ. റേഷ്യോസ് ബൈ ഹാർട്ട് പഠിക്കണേ. റേഷ്യോസ് നിങ്ങൾക്ക് ഇപ്പം മാത്രമല്ല MAക്ക് വേണം. റേഷ്യോസ് MAക്ക് വേണം, AA വേണം, FRന് വേണം, FM-ന് വേണം, PM-ന് വേണം, P ലെവലിന് മൊത്തം വേണം. റേഷ്യോസ് ഇനി മറക്കരുത് കേട്ടാ. റേഷ്യോസ് പഠിച്ചതാ, പിന്നെ അങ്ങത്തോളം വേണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അടുത്തത് ROCE. ROCE എന്ന് പറയുന്നത് റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നാണ് ഫുൾ ഫോം. ഇനി എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്? നിങ്ങൾ പറ, ബിസിനസ്സിന് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുക? ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, ബിസിനസ്സിന് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുക? ബിസിനസ്സിന് എവിടെ നിന്നാണ് പൈസ കിട്ടുക?
സെയിൽസ് അല്ല. നിങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോൾ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുക? ഒച്ചത്തിൽ പറഞ്ഞോ സൗണ്ട് ഉണ്ടായില്ലേ? ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ക്യാപിറ്റൽ അതായത് ഷെയർ ക്യാപിറ്റൽ. രണ്ടാമത്തത് ബാങ്ക് ഡെപ്റ്റ് അല്ലേ? അപ്പൊ 2 രീതിയിൽ നിങ്ങൾക്ക് ഫണ്ട്സ് കിട്ടും. ഒന്നെന്താണ് ഇക്വിറ്റി ആണ്, രണ്ടാമത്തത് എന്താ ഡെപ്റ്റാ. ഇത് മറക്കരുതേ. ഇതിനെയാണ് ബിസിനസ്സിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുക അല്ലേ? അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വെച്ചാൽ എന്താ, വർക്ക് ചെയ്യുന്നതാണ് എംപ്ലോയി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ എന്തായിരിക്കും? ഡെപ്റ്റും ഇക്വിറ്റിയും. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ ROCEന്റെ ഇക്വേഷൻ നോക്കാം. PBIT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. PBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയാം. PBIT എന്നും കൂടി എഴുതിക്കേ. അപ്പൊ ROCE ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേ, ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിൽ എത്രത്തോളം നമ്മളുടെ പ്രോഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇട്ടോ അതിൽ നിന്ന് എത്രയാണ് നമുക്ക് എത്ര പെർസെൻറ്റേജോളം റിട്ടേൺസ് കിട്ടുന്നുണ്ട്, ഇത് മെജർ ചെയ്യുന്നതാണ് എന്ത്, ROCE. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലടോ? ശ്രദ്ധിക്കുക. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? ഇക്വിറ്റി പ്ലസ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫിനാൻസ്, അതായത് നോൺ കറന്റ് ലയബിലിറ്റീസ്. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ അസറ്റ്സ് ലെസ് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അതിൻ്റെ ലോജിക്ക് ഞാൻ പറയുകയാണെ, ഒരിക്കലും ഒരു ഇക്വേഷന് ഞാൻ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യൂല, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തരും. ലോജിക്കും പറഞ്ഞുതരും, ബൈ ഹാർട്ട് പഠിക്കാനുള്ള ഓപ്ഷനും വരും. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. എടാ ഞാനില്ലേ SOFPൻ്റെ ഒരു കുഞ്ഞു വേർഷൻ ഇവിടെ ഉണ്ടാക്കാൻ പോവാണേ. സംസാരിക്കലടാ. അസറ്റ്സ് കറണ്ട് അസറ്റ് ഉണ്ട്, നോൺ കറണ്ട് അസറ്റ് ഉണ്ട് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇത് രണ്ടും കൂടിയതാണ് എന്ത്, ടോട്ടൽ അസറ്റ്സ്. ഇതിൽ ഡൗട്ടില്ലല്ലോ. പിന്നെ ഇക്വിറ്റിയിൽ എന്തുണ്ട്, ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഷെയർ പ്രീമിയം ഉണ്ട്, പിന്നെന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട് അല്ലേ? ഇതൊക്കെ കൂടിയതാണ് എന്ത്, ഇക്വിറ്റി. ഇതിൽ ഡൗട്ടില്ലല്ലോ. ലയബിലിറ്റീസ് ആണെങ്കിലോ കറണ്ട് ലയബിലിറ്റി ഉണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റി. ഇതിൽ ഡൗട്ട് ഉണ്ടോ? നമുക്ക് എപ്പോഴും എന്ത് കിട്ടണം, എടാ ഇത് രണ്ടും എന്ത് കിട്ടണം, ഈക്വൽ ആണ് അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ടോട്ടൽ അസറ്റ്സും ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റി എന്ത് ചെയ്യണം, എപ്പോഴും ഈക്വൽ ആയിരിക്കണം അല്ലേ? അങ്ങനെയാണ് നമുക്ക് ടാലി ആവാന്നറിയാം അല്ലേ? അപ്പൊ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ ഈ 2 ടോട്ടലും ഈക്വൽ അല്ലേ? അതായത് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ് ഇത് അല്ലേ? ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അല്ലേ ഇത്? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. നിങ്ങൾക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ വേണ്ട സാധനം എന്താ, ഇക്വിറ്റി പ്ലസ് നോൺ കറന്റ് ലയബിലിറ്റി
അല്ലേ? ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഡെപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? NCL ആണ്. CL പെടൂല. നമ്മൾ ഡെപ്റ്റ് എന്ന് പറയുമ്പം അതിലെന്ത് പെടൂല? CL പെടില്ല. ക്ലിയർ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട് എന്താണ്? ഇതും അതിൽ ഡൗട്ട് ഉണ്ടോ? ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ അസറ്റ്സ്, അതായത് ബാലൻസ് ഷീറ്റ് ടോട്ടലിന് കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ബാക്കി എന്തായിരിക്കും? ഇതല്ലേ? അല്ലേ? അപ്പോൾ ഇക്വേഷൻ നമ്മൾക്ക് എങ്ങനെ പറയാം? ടോട്ടൽ അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ്. എടാ ഈ ഇക്വേഷൻ മനസ്സിലാവാത്ത ആളുണ്ടോ? Anyone here who didn't understand this equation? Raise your hands. ഇക്വേഷൻ ഫോർമുല മനസ്സിലാവാത്ത ആളുണ്ടെങ്കിൽ കൈവന്നിച്ചേ. ശ്രദ്ധിച്ചോട്ടോ, ടോട്ടൽ അസറ്റ്സ് തന്നെയാണ് ഈ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസും ടോട്ടൽ അസറ്റ്സ് ഈക്വൽ ആണ് അല്ലേ? ബാലൻസ് ഷീറ്റ് ആണ്, രണ്ടും സെയിം ആണ്. നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റനിൽ ടോട്ടൽ അസറ്റ്സ് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും തന്നിട്ടുണ്ടോ? കറണ്ട് അസറ്റും തന്നിട്ടുണ്ട്, നോൺ കറണ്ട് അസറ്റും തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി കൂട്ടിയ ബാലൻസ് ഷീറ്റ് ടോട്ടൽ കിട്ടിയില്ലേ? അല്ലേ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ROCE ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടണം. ഈ ടോട്ടലും സെയിം ആണ്, അതിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പം ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ ഉള്ളത് മൈനസ് ആക്കിയാൽ പോരെ? കറണ്ട് ലയബിലിറ്റി മൈനസ് ആക്കിയാൽ പോരെ? അപ്പോൾ ബാലൻസ് ഷീറ്റ് ടോട്ടലായ ടോട്ടൽ അസറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് ലയബിലിറ്റി റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയും കിട്ടും. അണ്ടർസ്റ്റുഡ്? അത് തന്നെയല്ലേ ഇക്വേഷൻ CE. ഇവിടെ മനസ്സിലാകാൻ ബാക്കിയുള്ള ആളുണ്ടാ? ഉണ്ടടാ? ഇത് ഞാൻ വേറൊരു ബോക്സിലിടാം. അതായത് ഇതൊരു ഗ്രൂപ്പാ അല്ലേ? ആ മഞ്ഞയിലുള്ളത് ഒരു ഗ്രൂപ്പും ഇതൊരു ഗ്രൂപ്പുമാണ്. രണ്ടും രണ്ട് ഗ്രൂപ്പാണ്. ഈ രണ്ട് ഗ്രൂപ്പുമാണ് എന്ത്? ടോട്ടൽ ചെയ്താൽ ബാലൻസ് ഷീറ്റ് ടോട്ടൽ സെയിം ആവുന്നത് അല്ലേ? ടോട്ടൽ അസറ്റ്സ് സെപ്പറേറ്റ്ലി ചെയ്താലും ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് സെപ്പറേറ്റ് ചെയ്താലും രണ്ടും എന്ത് ചെയ്യണം? ഈക്വൽ ആണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ടോട്ടലിൽ നമ്മൾ എന്ത് റിമൂവ് ചെയ്താൽ മതി? കറണ്ട് ലയബിലിറ്റി റിമൂവ് ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റ് ടോട്ടൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ അസറ്റ്സ് തന്നെയല്ലേ? മനസ്സിലായിട്ടില്ലേ? ഇതും എന്ത് ചെയ്യാം? ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കാം നമുക്ക്. ഓക്കെ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്യണ്ട? ഈ സാധനം ബൈഹാർട്ട് പഠിക്കണം എന്നില്ല. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റണം? ക്ലിയർ? ഓക്കെ അല്ലേടോ? അടുത്ത് ശ്രദ്ധിക്കാം. ROCE എന്തിനോടൊക്കെയാണ് കമ്പയർ ചെയ്യാന്ന് പറയാൻ പോകുന്നത്? പ്രീവിയസ് ഇയേഴ്സ് ഫിഗേഴ്സ്, പ്രയർ ഇയർ ഫിഗേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. ഇനി പ്രീവിയസ് ഇയറിലുള്ള ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് കുറവാണെങ്കിൽ കറണ്ട് ഇയർ പ്രോഫിറ്റ്സ് കൂടുതലാണെങ്കിൽ ഇക്കൊല്ലത്തെ ROCE ആയിരിക്കും കൂടുതൽ അല്ലേ? അതേപോലെ ഡെപ്റ്റോ ഇക്വിറ്റിയോ കൂടുകയാണ്, പ്രോഫിറ്റിന് ഒരു മാറ്റവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ROCE കുറയും അല്ലേ? ഡിനോമിനേറ്ററിൽ കൂടുതൽ വാല്യൂ ഉണ്ടായാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്? കുറവായിരിക്കും. അപ്പം എപ്പോഴും ചിന്തിക്കുക, ഡെപ്റ്റ് കൂടിയാലും ഇക്വിറ്റി കൂടിയാലും എന്ത് എഫക്റ്റ് ചെയ്യും? PBIT-നെ എഫക്റ്റ് ചെയ്യും. ക്ലിയർ അല്ലടോ? അടുത്തത് ദ എൻറ്റിറ്റീസ് ടാർഗറ്റ് ROCE. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എൻറ്റിറ്റിക്ക് ഒരു ടാർഗറ്റ് വെക്കാം. അതായത് നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്ക് നമ്മളുടെ ROCE ഇത്രയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഒരു ടാർഗറ്റ് വെച്ചിട്ട് അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ സപ്പോസ് ഒരു 25% ആണ് ആക്കിയെന്ന് വിചാരിക്കും. ആ 25% എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രോഫിറ്റിനെ മാക്സിമം കൂട്ടാനൊക്കെ നോക്കും. അപ്പം ടാർഗറ്റ് വെക്കാൻ എന്ത് ചെയ്യാം? ROCE നമുക്ക് യൂസ് ചെയ്യാം. ലാസ്റ്റ് വൺ, സെയിം ഇൻഡസ്ട്രിയിലെ അതർ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളുടെ റിസൾട്ട്സ് കമ്പയർ ചെയ്യാം. ക്ലിയർ അല്ലേ? അടുത്ത റേഷ്യോ ആണ് നെറ്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. നെറ്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. നെറ്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇക്വേഷൻ ഇത്രയാണ്. സെയിൽസ് ഡിവൈഡഡ് ബൈ CE. സെയിൽസ് ഡിവൈഡഡ് ബൈ CE. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ ടൈംസ് എന്നാ പറയാം.
ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നത്, ഇപ്പൊ 2 ആണ് ആൻസർ എന്ന് വിചാരിക്കുക, അപ്പൊ 2 ടൈംസ് എന്നാ പറയാം. 2.5 കിട്ടിയെന്ന് വിചാരിക്കുക, അപ്പൊ 2.5 ടൈംസ് എന്നാ പറയാം. അണ്ടർസ്റ്റുഡ്? മറ്റേതെല്ലാം പെർസെൻറ്റേജ് കണക്കാം, ഇത് ടൈംസ് എന്നാ പറയാം. നിങ്ങൾ സെന്റിമീറ്റർ മീറ്റർ എന്നെല്ലാം പറയൂലേ, അതേപോലെ ടൈംസ്. ക്ലിയർ? ഓക്കെ, ശ്രദ്ധിച്ചോ? ഇതിന് തൊട്ട് മുന്നേ ROCE പറഞ്ഞത് നമ്മൾ എന്താ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന അല്ലേ. ഇതിൽ നമ്മൾ എന്താ പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം സെയിൽസ് ആയിട്ട് മാറുന്നുണ്ട്, അതാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നെറ്റ് അസറ്റ് ടേൺ ഓവറിന്റെ ചെറിയൊരു എന്താ പറയാ വേരിയേഷൻ പറയുവാണേ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോൺ കറന്റ് അസറ്റ് ടേൺ ഓവർ കണ്ടുപിടിക്കാം. എങ്ങനെയാ നോൺ കറന്റ് അസറ്റ് ടേൺ ഓവർ കണ്ടുപിടിക്കാം? CEക്ക് പകരം NCA മാത്രം എടുക്കും. മനസ്സിലായാ? താഴെയുള്ള CEക്ക് പകരം എന്തെടുക്കും? NCA മാത്രം എടുക്കും. അപ്പൊ എന്തായി? നോൺ കറന്റ് അസറ്റ് ടേൺ ഓവർ ആയി. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ത് ചെയ്യാം, നമ്മൾക്ക് എടുക്കാം. എങ്ങനെയാണ് എടുക്കുക? ഡിനോമിനേറ്ററിൽ വർക്കിംഗ് ക്യാപിറ്റൽ എടുത്തിട്ട്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇക്വേഷൻ ഇന്നലെ നമ്മൾ എന്താ പഠിച്ചേ? CA മൈനസ് CL. കേട്ടാ, മറക്കരുതേ. ഇനി എപ്പോഴും ഓർമ്മയിൽ ഒരു കാര്യം ഉണ്ടാവണം. ROCE ആയാലും നെറ്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആയാലും ബിസിനസിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനനുസരിച്ച് എന്ത് ചെയ്യും, അത് മാറും. അതായത് ഡെപ്റ്റോ ഇക്വിറ്റിയോ കൂടിയിട്ടുണ്ടെങ്കിൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ മാറും. ഇനിയിപ്പോൾ നോൺ കറന്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എടുക്കുന്നെങ്കിൽ നമ്മൾ എത്രത്തോളം NCA വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നോ അതിനനുസരിച്ച് എന്ത് മാറും, NCAന്റെ റേഷ്യോ മാറും. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഇനി അടുത്ത ശ്രദ്ധിക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ റേഷ്യോസ്. നമുക്ക് ROCEനെ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ROCEനെ എന്ത് ചെയ്യാം, സബ് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ആ ഇക്വേഷൻ ആണ് പറയാൻ പോകുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇൻടു അസറ്റ് ടേൺ ഓവർ ഇസ് ഈക്വൽ ടു ROCE. എഴുതി വെച്ചോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്താ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂ. അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്താ? സെയിൽസ് റവന്യൂ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇതിൽ നിന്ന് സെയിൽസ് റവന്യൂ ക്യാൻസൽ ആയാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CE എന്ന് കിട്ടും. CE തന്നെയാണ് എന്ത്? ROCE. ഇത് മൊത്തത്തിൽ എഴുതി വെച്ചോ. അവിടെ ആദ്യം ഇത് എഴുതുക, ഓക്കെ, അതിന് ശേഷം ഇത് എഴുതുക. ആദ്യം എഴുതേണ്ട സാധനം ഇതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് അതിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കേ, ഫർദർ എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞ ഡെറിവേഷൻ. അതായത് ഈ ഒരു ഇക്വേഷന്റെ ഡെറിവേഷൻ എക്സ്പ്ലനേഷൻ ആണ്. ശ്രദ്ധിക്ക, പ്രോഫിറ്റ് മാർജിൻ ആണ് എന്ത് ശ്രദ്ധിക്കടാ. പ്രോഫിറ്റ് മാർജിൻ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ ക്വാളിറ്റി കൊടുക്കുന്ന ഒരു സാധനം. ഓക്കെ, അപ്പൊ ഹയർ ദ പ്രോഫിറ്റ് മാർജിൻ ഹയർ ഇസ് ദ സെയിൽസ്. അതായത് നമ്മളെ ബിസിനസ് കത്തുന്നുണ്ട് എന്ന് അർത്ഥം അല്ലേ. രണ്ടാമത്തേത് അസറ്റ് ടേൺ ഓവർ ആണെന്ത്? നമ്മളുടെ അസറ്റ്സിനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു റേഷ്യോ അല്ലേ. അപ്പൊ പ്രോഫിറ്റ് മാർജിൻ എന്താണ്? നമ്മളുടെ സെയിൽസ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഹൈ പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കാരണം നമ്മളെ സെയിൽസ് റവന്യൂ എന്താവുന്നുണ്ട്? നല്ലോണം കൂടുന്നുണ്ട് അല്ലേ. അതേപോലെ ഈ സെയിൽസ് റവന്യൂ എങ്ങനെയാണ് കൂടുന്നത്?
അസറ്റ് കൺവേർട്ട് ചെയ്തിട്ടാണ്, നെറ്റ് അസറ്റ് കൺവേർട്ട് ചെയ്തിട്ടാണ് അല്ലേ, ക്യാപിറ്റൽ എംപ്ലോയിഡ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെയിൽസിലോട്ട് മാറ്റുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് എന്ത് ചെയ്തത്, നമ്മൾ മോൾഡ് ചെയ്തത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ. ഇനി അടുത്തത്, a trade-off often exists between margin and asset turnover. That means different businesses can actually achieve the same ROCE. അപ്പോൾ എപ്പോഴും ട്രേഡ് ഓഫ് ആണ്, അതായത് നമ്മൾ നമ്മളുടെ അസറ്റ്സിന് എത്രയൊക്കെ യൂസ് ചെയ്ത് സെയിൽസ് ആയിട്ട് മാറ്റുന്നോ അത്രത്തോളം എന്തും കൂടും, പ്രോഫിറ്റ് മാർജിനും കൂടും. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ. ഇനി ലോ മാർജിൻ ബിസിനസ് ആണെന്ന് വിചാരിക്കുക, അതായത് പ്രോഫിറ്റ് വളരെ കുറഞ്ഞിട്ട് കിട്ടുന്ന ബിസിനസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ബിസിനസ് എന്താണ് ചെയ്യുന്നത്, അസറ്റ്സിനെ ഇൻറ്റൻസീവായിട്ട് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹോട്ടൽസ് ഒക്കെ അല്ലേ, നമ്മൾ ചെറിയ ലാഭത്തിനുള്ള സംഭവമാണ് ഹോട്ടൽസ് ഒക്കെ. കാരണം എന്താ, അവർക്ക് വലിയ വലിയ ലാഭമൊന്നും എടുക്കാൻ കഴിയില്ല. ഏറ്റവും ലാഭമുള്ള ബിസിനസ് ഇൻഡസ്ട്രി ഏതാണെന്നറിയോ? ഫാർമസി. ഒടുക്കത്തെ ലാഭമാണ് ഫാർമസിക്കാർക്ക്, ഒടുക്കത്തെ ലാഭമാണ്. ഓക്കെ, ഹൈ മാർജിൻ ബിസിനസ് ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ജ്വല്ലറി ഒക്കെ ആണെങ്കിൽ അവർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും, പക്ഷെ കിട്ടുന്ന റിട്ടേൺസ് എന്തായിരിക്കും, ഹയർ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ലിക്വിഡിറ്റി ആൻഡ് എഫിഷ്യൻസി റേഷ്യോസ്. ശ്രദ്ധിച്ചു കേട്ടോ, ലിക്വിഡിറ്റി ആൻഡ് എഫിഷ്യൻസി റേഷ്യോസ് ആണ് അടുത്തത്. നമ്മളുടെ ബിസിനസിന്റെ ഷോർട്ട് ടേം ആയിട്ടുള്ള സോൾവൻസി എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു, എബിലിറ്റി ടു റീപേ ബാക്ക് ദി ഡെറ്റ്സ് അല്ലേ. അപ്പൊ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആണ് റീപേ ചെയ്യാൻ പറ്റിയിട്ടുള്ള കപ്പാസിറ്റി നമ്മൾ നോക്കുന്നെങ്കിൽ ആ റേഷ്യോസിനാണ് എന്ത് പറയുന്നത്, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ ആണ്. അണ്ടർസ്റ്റുഡ്? ഇനി ഇത് കടം വീട്ടാനുള്ള എബിലിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, എപ്പോഴും ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം എന്താണ്, അതിനൊരു കണക്കുണ്ട്. ഹൈ ആണ് എന്നുള്ള അർത്ഥം എന്താണ്, നമ്മളുടെ കയ്യിൽ എന്തുണ്ട്, ഒരുപാട് ഇൻവെന്ററി ഉണ്ട്, ഒരുപാട് റിസീവബിൾസ് ഉണ്ട്. ബാഡ് സൈൻ ആണ്. കാരണം എന്താ, ഇൻവെന്ററി ടേൺ ഓവർ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻവെന്ററി എന്താവുന്നില്ല, സെയിൽസ് ആയിട്ട് മാറുന്നില്ല. അതേപോലെ റിസീവബിൾസ് കൂടുന്നത് വളരെ ബാഡ് സൈനാണ്. എന്താണ്, നമ്മൾ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് ക്യാഷ് കളക്ട് ചെയ്യുന്നില്ല എന്നർത്ഥം. ക്ലിയർ അല്ലേ? രണ്ടാമത്തേത്, ഹൈ ക്യാഷ് ലെവൽസ് വിച്ച് കുഡ് ബി പുട്ട് ടു ബെറ്റർ യൂസ്. നമ്മളുടെ കയ്യിൽ ക്യാഷ് കൂടുതലുണ്ടായാലും കറണ്ട് അസറ്റ് കൂടും അല്ലേ, അതും നല്ലതല്ല. കാരണം എന്താ, ക്യാഷ് ഐഡിയലായിട്ട് കിടക്കുവാണ്, അത് പോയിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റും പ്രോഫിറ്റ്സും ഒക്കെ കിട്ടും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് ഹാറാൻ വന്നേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇക്വേഷൻ എന്താണ്, കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇങ്ങനെ പഠിച്ചാൽ മതി, CA/CL. ഇതെപ്പോഴും 1:1 എന്നുള്ള ഒരു കണക്കാണ് നമ്മൾ എടുക്കുക. 2:1, 3:1, 1:1 അങ്ങനെയാണ് നമ്മൾ പറയുക. ക്ലിയർ? എന്താണോ എമൗണ്ട് കിട്ടുന്നത്, ഇപ്പോൾ 2.5 ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നെങ്കിൽ 2.5:1 എന്നാണ് പറയുക. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? പിന്നെ ഏതാണ്, ഞാൻ എഴുതണമെങ്കിൽ എഴുതിക്കാം. ഇനി ശ്രദ്ധിക്കുക, എടാ ഐഡിയൽ എന്ന് വെച്ചാൽ എന്താ, ഐഡിയൽ പ്രിഫറബിൾ ആയിട്ടുള്ളതിനാണ് ഐഡിയൽ എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ സ്റ്റുഡൻറ് എപ്പോഴും യൂണിഫോമിലൊക്കെ ആയിരിക്കണം. അതെന്താണ്, സ്റ്റുഡൻസിനോട് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. അതേപോലെ കറണ്ട് റേഷ്യോ ഐഡിയൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് 2:1 എന്നുള്ള കണക്കാണ്. ക്ലിയർ? ഓക്കെ, ഇത് പണ്ടായിരുന്നേ, ഇപ്പോഴെന്താണ് കൊണ്ടുവന്നത്, 1.5:1 ആണ് ഇൻ ദ മോഡേൺ ടൈം. നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രഡീഷണലി പണ്ടൊക്കെ പഠിപ്പിക്കുക 2:1 എന്നാണ്, ഇപ്പോഴെന്താണ് 1.5:1 എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇനി കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബിസിനസ് ഇൻഡസ്ട്രി നോക്കണം, എൻറ്റിറ്റി സ്പെസിഫിക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കറണ്ട് റേഷ്യോ ഐഡിയൽ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ബിസിനസ്സിന് ഡേ ടു ഡേ ക്യാഷ് ഫ്ലോസ് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഹയർ കറണ്ട് അസറ്റ് റേഷ്യോ അല്ലെങ്കിൽ കറണ്ട് റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം എന്താ, ക്യാഷ് ഫ്ലോ നമുക്ക് എന്തായാലും വേണം. സപ്പോസ് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് ഇൻവെൻട്രി കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഓർഡേഴ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും നമ്മൾ കറണ്ട് റേഷ്യോ ഹയർ ആയിരിക്കും. അപ്പോൾ ഇൻഡസ്ട്രി സ്പെസിഫിക്
എൻറ്റിറ്റി സ്പെസിഫിക് ആയിട്ട് എന്ത് മാറും? ഐഡിയൽ റേഷ്യോ മാറിക്കൊണ്ടേ നിൽക്കും. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? എക്സാമ്പിൾ പറയുവാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിനൊക്കെ റിസീവബിൾസ് കുറവായിരിക്കും. കസ്റ്റമർ അവിടെ നിങ്ങളോട് പറയും നിങ്ങൾ നാളെ തന്നാൽ മതി എന്ന് പറയോ? ഇല്ല, നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക? സൂപ്പർ മാർക്കറ്റ്സിന് സാധനം വാങ്ങും. അപ്പോൾ അതിലൊക്കെ ക്യാഷ് കൂടുതലും റിസീവബിൾസ് കുറവായിരിക്കും. അതേപോലെ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് ഇൻവെൻട്രീസ് ഉണ്ടാവും അല്ലേ? കാരണം എന്താ, ആ ഇൻഡസ്ട്രി അങ്ങനെയാണ്. ഇൻവെൻട്രീസ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കസ്റ്റമേഴ്സിന് സാധനം വാങ്ങാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ ആണ്. അടുത്തത് ക്വിക്ക് റേഷ്യോ. എന്താണ് ക്വിക്ക് റേഷ്യോ? ഇതിനെ നമ്മൾ വേറെ 2 പേരിൽ പറയും. ലിക്വിഡിറ്റി റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ. എന്താണ് ക്വിക്ക് റേഷ്യോന്റെ വേറെ പേരെന്താണ് ഷെർസ? ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ എന്താണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. Quick ratio is equal to current assets minus inventory divided by current liability. Quick ratio is equal to current asset minus inventory divided by current liability. ചില കേസസിൽ ശ്രദ്ധിക്കടാ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ടാവും, അതും മൈനസ് ആക്കണം. അപ്പം ഇതിൻ്റെ കൂടെ ബ്രാക്കറ്റിലായിട്ട് ഇട്ടോ പ്രീപെയ്ഡ് എക്സ്പെൻസസ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അഥവാ ഉണ്ടെങ്കിൽ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിനെ കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളുടെ ബിസിനസ്സിൽ റെഡി ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റിയ എല്ലാ ഐറ്റംസും ആണ് ക്വിക്ക് അസറ്റ്സ്. മനസ്സിലായ? ആ ക്വിക്ക് അസറ്റ്സ് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസസും റിമൂവ് ചെയ്തത്. അപ്പോൾ കറണ്ട് അസറ്റ് ഇത് രണ്ടും റിമൂവ് ചെയ്താൽ ബാക്കി മൊത്തം എന്താണ്? നമുക്ക് ക്യാഷ് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് അല്ലേ? കസ്റ്റമറെ തൊണ്ടൊക്കെ പിടിച്ചിട്ട് ഇന്ന് തന്നെ നമുക്ക് ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? കസ്റ്റമേഴ്സ് നമുക്ക് തരേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ അവർക്കൊരു ഡെഡ് ലൈൻ കൊടുക്കും, നാളെ തന്നെ കിട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ എന്ത് ചെയ്യൂല, നിങ്ങളുമായിട്ട് നമ്മൾ കച്ചവടം നിർത്താൻ പോവാണെന്ന് പറഞ്ഞാൽ അവരെ തരൂലേ? അതേപോലെ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാവും, ബാങ്കിൽ പോയിട്ട് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ലിക്വിഡ് ക്യാഷ് ആണ്. അപ്പോൾ ക്വിക്ക് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ കയ്യിൽ ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴിവാക്കിയിട്ട് എത്രത്തോളം ക്യാഷ് ബാക്കിയുണ്ടോ അതിനാണ് ക്വിക്ക് അസറ്റ്സ് എന്ന് പറയുന്നത്. ക്വിക്ക് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് എന്ത്? ക്വിക്ക് റേഷ്യോ. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് ഒരിക്കലും കറന്റ് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും ഡയറക്റ്റ്ലി തരൂല. പകരം നിങ്ങൾക്ക് ചിലപ്പം ക്വിക്ക് റേഷ്യോ തന്നിട്ടുണ്ടാവും, കറന്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ കറന്റ് റേഷ്യോ തന്നിട്ടുണ്ടാവും, ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയും. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇതിൽ മാത്സിൻ്റെ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രാക്ഷൻസ് എസ്പെഷ്യലി. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി ഐഡിയൽ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് 1:1 അല്ലെങ്കിൽ 0.7:1 ആണ്. ഇനി ക്വിക്ക് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 6 വീക്ക് ടൈം ഫ്രെയിമിലാണ് എന്ത് ചെയ്യുക? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ 6 വീക്കിൽ എത്രയാണ്, അടുത്ത 6 വീക്കിൽ എത്ര ഉണ്ടാവണം, അങ്ങനെയൊക്കെ ആയിട്ടാണ് ക്വിക്ക് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ക്വിക്ക് റേഷ്യോ ക്വിക്ക് അസറ്റ്സിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ക്വിക്ക് അസറ്റ്സ് എന്തൊക്കെയാണ്? ബാങ്ക്, ക്യാഷ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡ് റിസീവബിൾസ്. പ്രീ പേയ്മെൻറ്റ്സും ഇല്ല, ഇൻവെൻട്രിയും ഇല്ല ഇവിടെ ക്വിക്ക് അസറ്റ്സിൽ. അതാണ് റിമൂവ് ചെയ്തത്. ഫസ്റ്റ് ഇൻവെൻട്രി മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ചെയ്തിട്ടില്ലേ, അതുകൊണ്ടാണ് ചെയ്തത്. ക്വിക്ക് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്, പിന്നെന്താണ്? ട്രേഡ് പേയബിൾസ്, ടാക്സ്, സോഷ്യൽ സെക്യൂരിറ്റി, ഡിവിഡൻസ്, ഇതൊക്കെ ഉണ്ടാവും. ഇനി എന്ത് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കും? ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യണം? കറന്റ് ലയബിലിറ്റീസിന് ഒഴിവാക്കണം. അണ്ടർസ്റ്റുഡ്? കറന്റ് ലയബിലിറ്റീസിൽ എന്ത് പറ്റില്ല? ഇൻകം ടാക്സ് പറ്റില്ല. ഇനി ക്വിക്ക് റേഷ്യോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്തായാലും പരിഗണിക്കുവേ, അത് ഇൻക്ലൂഡഡ് ആണ്, കറന്റ് ലയബിലിറ്റി ആയതുകൊണ്ടാണ്. അടുത്ത റേഷ്യോ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ പീരീഡ്. ശ്രദ്ധിച്ചു കേട്ടോ. എന്താണ് ഇൻവെൻട്രി ടേൺ ഓവർ പീരീഡ്? നമ്മളുടെ ഇൻവെൻട്രി നമ്മൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ദിവസം ആവുന്നോ അതിനാണ് എന്ത് പറയുന്നത്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൽ ബേസിക്കലി നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ എത്രത്തോളം ദിവസം കഴിഞ്ഞിട്ടാണ് പുതിയ ഇൻവെൻട്രി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അതായത് പഴയത് തീർന്നിട്ടുണ്ടാവും, പുതിയ ഇൻവെൻട്രി എപ്പോഴാണ് എടുക്കുക, അതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഇൻവെൻട്രി ടേൺ ഓവർ പീരീഡ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കിക്കോ. ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ COS ഇൻറ്റു 365, അതായത് ഡേയ്സിലേക്കാണ്. കാൽക്കുലേറ്റ് ചെയ്തത് 65 ഡേയ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 65 ഡേയ്സ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻവെൻട്രീനെ തീർക്കുന്നത്. അതിൻ്റെ അർത്ഥം അതാണ്. ഓക്കെ, അപ്പം ഇൻ ഡേയ്സ് ആണ് എന്ത് ചെയ്യുക, ഇൻവെൻട്രി ടേൺ ഓവർ പീരീഡ് തീരുമാനിക്കുക. അപ്പം ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ COS ഇൻറ്റു 365. ക്ലാസ് എടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ ഞാൻ റെക്കോർഡിംഗ് ഓഫാക്കും, അപ്ലോഡ് ചെയ്യത്തില്ല. ശ്രദ്ധിച്ചോ? ഇനി കുറേ കാര്യങ്ങൾ കൊണ്ട് ഇൻവെൻട്രി ടേൺ ഓവർ ഡേയ്സ് കൂടും. നമ്മൾ ഇൻവെൻട്രി കൂടിയെന്ന് വിചാരിക്കും. ഇൻവെൻട്രി നമ്മൾ ഒരുപാട് വാങ്ങി. കാരണം എന്താ, നമ്മൾ സപ്ലയർ പറയുകയാണ് ഇത്ര കുറേ വാങ്ങിയാലും നമ്മൾ ഇത്ര ഡിസ്കൗണ്ട് തരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറേ ഇൻവെൻട്രീസ് ഒന്നിച്ച് വാങ്ങി. അപ്പോൾ എന്താവും, ഇൻവെൻട്രി ന്യൂമറേറ്ററിലല്ലേ കൂടൂലേ, അപ്പോൾ എന്തും കൂടും, ടേൺ ഓവർ ഡേയ്സും കൂടും. അണ്ടർസ്റ്റുഡ്? രണ്ടാമത്തെ എന്താ, സ്റ്റോക്ക് ഔട്ട് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെൻട്രി കുറേ വാങ്ങും, എന്നാലും എന്ത് ചെയ്യും, കൂടും. പിന്നെന്താണ്, ഓർഡേഴ്സ് നമ്മൾ വിചാരിക്കാതെ കുറേ വന്നു. കുറേ ഓർഡേഴ്സ് വരുമ്പോൾ കുറേ ഇൻവെൻട്രി നമ്മൾ ഉണ്ടാക്കും അല്ലേ, എന്നാലും എന്ത് കൂടും, ഇൻവെൻട്രി ഡേയ്സ് കൂടും. അണ്ടർസ്റ്റുഡ്? അപ്പം എങ്ങനെ തന്നെ ആയാലും ഇൻവെൻട്രി ടേൺ ഓവർ ഡേയ്സ് കൂടിയാൽ അതിൻ്റെ ഒപ്പനം കൂടുന്ന കാര്യങ്ങൾ നോക്കിക്കോ. കോസ്റ്റ് ഓഫ് സ്റ്റോറിങ്, ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻഷുറിങ് ഇൻവെൻട്രി ലെവൽസ് വിൽ ഓൾസോ ഇൻക്രീസ്. ക്ലിയർ അല്ലേ? വേറൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഇൻവെൻട്രി കുറേ കാലം വെയർ ഹൗസിൽ കിടപ്പുണ്ടായ എന്താണ് സംഭവിക്കുക, ഇൻവെൻട്രിക്ക് ഡാമേജ് വരും അല്ലേ, മോശമായി പോകും സാധനങ്ങളൊക്കെ. അപ്പോൾ അതിനുള്ള ചാൻസസും വരും. അപ്പോൾ അതിനുള്ള കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കാണണം. അണ്ടർസ്റ്റുഡ്? വേറൊരു മെഷർമെൻ്റ് ആണ് പറയുന്നത്, ടേൺ ഓവർ ആയിട്ടാണ് പറയുന്നത്. ടേൺ ഓവർ റേഷ്യോ ആയിട്ട് ഇൻവെൻട്രി മെഷർ ചെയ്യും, COS ഡിവൈഡഡ് ബൈ ഇൻവെൻട്രി. എന്നിട്ട് അതിനെ ടൈംസിൽ റെപ്രസെൻറ്റ് ചെയ്യും. 2 ആണെങ്കിൽ 2 ടൈംസ്, 3 ടൈംസ്. ഓക്കെ, അതവിടെ എഴുതി വെച്ചോ. ഓൾട്ടർനേറ്റീവ് റേഷ്യോ COS ഡിവൈഡഡ് ബൈ ഇൻവെൻട്രി. അപ്പോൾ വളരെ ഹൈ ഇൻവെൻട്രി ടേൺ ഓവർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഇൻവെൻട്രി ലെവല് കുറവാണ് ഇൻ കമ്പാരിസൺ ടു ഓൾ ദി സെയിൽസ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഹാൻഡ്ലിങ് ഇൻവെൻട്രി എന്ത് ചെയ്യും, കുറയും അല്ലേ. നമ്മൾക്ക് വെയർ ഹൗസിൽ അത്രയും കുറേ ഇൻവെൻട്രി ഉണ്ടാവില്ല, അപ്പോൾ അത്രയും കുറേ കോസ്റ്റ് വരത്തില്ല. അണ്ടർസ്റ്റുഡ്? ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഇൻവെൻട്രി ടേൺ ഓവർ കൂടുന്നത് തീരെ മോശമായ കാര്യമാണ്. വളരെ നല്ല കാര്യമല്ല, വളരെ മോശമായ കാര്യമാണ് എന്ത്, ഇൻവെൻട്രി ടേൺ ഓവർ ഡേയ്സ് കൂടുന്നത്. അതിൽ നിന്ന് കുറേ കോൺസിക്വൻസ് ഉണ്ട്. ഒന്നെന്താണ്, എത്ര കാലം ഇൻവെൻട്രി നമ്മൾ കീപ്പ് ചെയ്യുന്നോ അത്രത്തോളം അതിന് മെയിൻ്റനൻസ് കൂടും അല്ലേ. രണ്ടാമത്തത്, നമ്മളുടെ ഇൻവെൻട്രി എന്ത് ചെയ്യും, മോശമായി പോകും അല്ലേ. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് ഇൻവെൻട്രി കുറേ ദിവസം വെക്കുന്നത് എന്തല്ല, ശരിയല്ല. മൂന്നാമത്തത് എന്താ, ഇതൊക്കെ സംഭവിച്ചാൽ ഇൻവെൻട്രിക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, IAS 2 പ്രകാരം ക്ലോസിങ് ഇൻവെൻട്രീൻ്റെ വാല്യുവേഷൻ മാറ്റേണ്ടി വരും. അണ്ടർസ്റ്റുഡ്? അതായത് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV എന്നല്ലേ. അപ്പോൾ ഇൻവെൻട്രിക്ക് ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച കോസ്റ്റിന് അതിനെ വിൽക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, കോസ്റ്റ് ഇടിക്കേണ്ടി വരും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇതൊക്കെ കോൺസിക്വൻസ് ആണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, OTQs ആയിട്ട് 4 ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അടുത്തത് റിസീവബിൾ കളക്ഷൻ പീരീഡ്. ശ്രദ്ധിക്കുക, റിസീവബിൾസ് കളക്ഷൻ പീരീഡ്. റിസീവബിൾ കളക്ഷൻ പീരീഡ് ഇതുകൊണ്ട് ഇത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മളുടെ കയ്യിലുള്ള റിസീവബിൾസിനെ നമ്മൾ എത്രത്തോളം വേഗം എന്താക്കുന്നുണ്ട്, ക്യാഷ് ആക്കി മാറ്റുന്നുണ്ട് അല്ലേ. റിസീവബിൾ കളക്ഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. അതായത് അതിനെ ക്യാഷ് ആയിട്ട് മാറ്റുന്ന ആ ഒരു ടൈം പീരീഡ്. ഇത് വളരെ കൂടുന്നത് എന്താണ്, മോശമാണ് ബിസിനസ്സിന്. അതിൻ്റെ അർത്ഥം ഇർറിക്കവറബിൾ ഡെപ്റ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ക്ലിയർ അല്ലേ? അപ്പം ഇതിൻ്റെ ഇക്വേഷൻ ട്രേഡ് റിസീവബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് സെയിൽ എടുക്കുന്നത്, റിസീവബിൾസ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റനിൽ ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെടുക്കുക, സെയിൽസ് തന്നെ എടുക്കുക. എല്ലാം ക്രെഡിറ്റ് സെയിലായിട്ട് എസ്യൂം ചെയ്യാം. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ടാവും, ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ടാവും, പേഴ്സൻറ്റേജും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതായത്
ക്രെഡിറ്റ് സെയിൽ ഇസ് 30% ഓഫ് ടോട്ടൽ സെയിൽസ് എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ടോട്ടൽ സെയിൽസ് 100 ആയിട്ട് എടുക്കുക. നമ്മൾക്ക് ഇക്വേഷൻ അറിയാം, ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിൽ ഇസ് ഈക്വൽ ടു എന്താണ് ടോട്ടൽ സെയിൽസ് അല്ലേ. അപ്പം 100 ഇസ് ഈക്വൽ ടു 70 + 30 എന്ന് കിട്ടും അല്ലേ. അതിൽ ക്രെഡിറ്റ് സെയിലാണ് എന്ത് 30%. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് എന്ന് കാണാൻ വേണ്ടി എൻ്റെ സെയിം ഇക്വേഷൻ, എമൗണ്ട് ഗിവൺ ഇൻ ടു വാട്ട് ടു ഫൈൻഡ് ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ഗിവൺ. അത് മറക്കരുതേ, അതിന് ഇങ്ങനത്തോളം നിങ്ങൾക്ക് വേണം, ഇതിലും വേണം, അടുത്തതിലും വേണം. ക്ലിയർ? ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കളക്ഷൻ പീരീഡ് നമ്മൾ എന്തിനോടൊക്കെയാണ് കമ്പയർ ചെയ്യാം. നമ്മൾ റിസീവബിൾസിന് കടം കൊടുക്കുമ്പം കമ്പനിയുടെ ക്രെഡിറ്റ് പോളിസി പ്രകാരമാണ് കൊടുക്കുക. കമ്പനിക്ക് എന്തുണ്ടാവും, എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ഉണ്ടാവും, ഒരു കസ്റ്റമർക്ക് എത്രയാണ് കടം കൊടുക്കാവൂ എന്നുള്ളത്. അപ്പം അതിനോട് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, റിസീവബിൾ കളക്ഷൻ പീരീഡ് യൂസ് ചെയ്യും. രണ്ടാമത്തേത് പ്രയർ ഇയർ ഫിഗേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും. അതായത് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പ്രയർ ഇയറും ആയിട്ട്. കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ഒരു റിസ്ക് ഉണ്ടെന്ന്. കാരണം എന്താ, ഐഡി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്, ഇർറിക്കവറബിൾ ഡെപ്റ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ലാസ്റ്റ് എന്താണ്, ഇൻഡസ്ട്രി ആവറേജ്, നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനായിട്ട് എന്ത് ചെയ്യും, നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഇനി ഇൻക്രീസിങ് അക്കൗണ്ട്സ് റിസീവബിൾ കളക്ഷൻ പീരീഡ് ഇസ് യൂഷ്വലി എ ബാഡ് സൈൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മോശമാണ്, ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്തുകൊണ്ടാണ്, ക്രെഡിറ്റ് കൺട്രോൾ ഇല്ലാന്ന് അർത്ഥം. അപ്പോൾ ഇർറിക്കവറബിൾ ഡെപ്റ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടും. ഓക്കെ അല്ലേ? ഇനി ചില സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, രണ്ട് കാര്യങ്ങൾക്ക്. ഒന്നെന്താണ്, കൂടുതൽ ട്രേഡ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് എന്താണ്, നമ്മളുടെ ഒരു ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിലുണ്ട്. ആ കസ്റ്റമറെ നമ്മൾ ട്രസ്റ്റ് വേർത്തിനെസ് കീപ്പ് ചെയ്യുന്നുണ്ട് മാത്രം, അവർക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യും, നമ്മൾ ക്രെഡിറ്റ് കൺട്രോൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇനി റിസീവബിൾ ഡേയ്സ്, ഇനി ക്രെഡിറ്റ് പോളിസി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിസീവബിൾ കളക്ഷൻ പീരീഡ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പൊതുവേ നമ്മൾ കൊടുക്കുക ഒരു 30 days കണക്കാം, അല്ലെങ്കിൽ ഒരു 3 months കണക്കാം. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റിസീവബിൾസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല, മോശമാണ്. ഓക്കെ, അപ്പം പീരീഡ് ഓഫ് 30 days or at the end of the month following the delivery are common credit terms. ഓക്കെ, ഇനി ഈ റിസീവബിൾ റേഷ്യോ നമ്മൾക്ക് എന്ത് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതായത് എന്തൊക്കെയോ സംഭവിച്ചിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യാം. ഡിസ്റ്റോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ. യൂസിങ് ഇയർ ആൻഡ് ഫിഗേഴ്സ് വിച്ച് ഡു നോട്ട് റെപ്രസെൻറ്റ് ആവറേജ് റിസീവബിൾസ്. നമ്മൾക്ക് റിസീവബിൾസ് എടുക്കുന്ന സമയത്ത് ഇക്കൊല്ലത്തത് മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ചില കേസസിൽ എന്ത് ചെയ്യും, അവർ കുറച്ച് കഴിഞ്ഞ കൊല്ലത്ത് ഇക്കൊല്ലത്തൊക്കെ അടുത്ത കൊല്ലത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റിസീവബിൾസ് തെറ്റായിട്ട് കാണിക്കും. രണ്ടാമത്തത് ഫാക്ടറിങ് ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾസ് വിച്ച് റിസൾട്ട്സ് ഇൻ എ വെരി ലോ ട്രേഡ് റിസീവബിൾസ്. ഇനി ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ റിസീവബിൾസ് നമുക്ക് വിൽക്കാം. റിസീവബിൾസ് എന്നുള്ള സാധനം നമുക്ക് വിൽക്കാം. ശരിക്കും കമ്പനിക്ക് എന്ത് ചെയ്യാം, ബില്ലെല്ലാം അടക്കം വേറൊരു കമ്പനിക്ക് വിൽക്കാം. കമ്പനിക്ക് ക്യാഷ് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, വേറൊരു, അതായത് ക്രെഡിറ്റ് കളക്ടിങ് ഏജൻസീസ് ഉണ്ടാവും, അവർക്ക് പോയിട്ട് പറയും നമ്മളെ റിസീവബിൾസ് നിങ്ങൾക്ക് തരാം, നമുക്ക് എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ പൈസ തരണം എന്ന് പറയും. ആ ഒരു സർവീസിനാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ക്ലിയർ? അതിനാണ് എന്താ പറയുക, ഫാക്ടറിങ് എന്ന് പറയുക. ഇപ്പോൾ ഫാക്ടറിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ട്രേഡ് റിസീവബിൾസ് എന്തായിരിക്കും, ലോ ആയിരിക്കും അല്ലേ. അങ്ങനെയും ഡിസ്റ്റോർട്ട് ചെയ്യാം. മൂന്നാമത്തത് സെയിൽസ് ഓൺ അൺയൂഷ്വലി ലോങ് ക്രെഡിറ്റ് ടേംസ് ടു കസ്റ്റമേഴ്സ്. നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് നമുക്ക് സെയിൽസ് കൂട്ടിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലോങ് ക്രെഡിറ്റ് ടേംസ് യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യും. ഇങ്ങനെയും ഡിസ്റ്റോർട്ട് ചെയ്യാം. അപ്പം റിസീവബിൾ ഡേയ്സ് മാത്രം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. രണ്ടാമത്തത് പേബിൾസ് പേയ്മെൻറ്റ് പീരീഡ്. ഇക്വേഷൻ എഴുതി വെച്ചോ, ട്രേഡ് പേബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസസ് ഇൻറ്റു 365. ഇവിടെ നിങ്ങളെ ക്വസ്റ്റ്യനിൽ 365 പകരം ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇയേഴ്സൊക്കെ ഡേയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ എടുക്കണം കേട്ടോ.
ഇടാ, വേഗം ചെയ്യടാ. അത് ശ്രദ്ധിക്കാ. നമ്മളുടെ ട്രേഡ് പേബിൾസ് ആരായിരിക്കും? നമ്മളെ സപ്ലയേഴ്സ് അല്ലേ? അപ്പൊ സപ്ലയർക്ക് നമ്മൾ പൈസ കൊടുക്കാണ്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന നല്ല പരിപാടിയല്ല, മോശമാണ്. ബിസിനസിന്റെ പെർഫോമൻസിന് എന്താണ്? ബിസിനസിന്റെ പെർഫോമൻസിന് മോശമാണ് കേട്ടാ. എന്തുകൊണ്ടാ മോശം? സപ്ലയർ പിന്നെ നമുക്ക് ക്രെഡിറ്റിന് സാധനം തരുമോ? ഇല്ല. പൈസ കൊടുത്തില്ലെങ്കിൽ എന്ത് കിട്ടൂല? പിന്നെ നമുക്ക് ക്രെഡിറ്റിന് സാധനം കിട്ടൂല കേട്ടാ. ശ്രദ്ധിച്ചേക്കാ. ഈ റേഷ്യോ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യും? പ്രയർ ഇയർ ക്രെഡിറ്റ് പേബിൾസ് ഡേ അല്ലെങ്കിൽ ട്രേഡ് പേബിൾസ് ഡേയ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. രണ്ടാമത്തത്, നമ്മളുടെ കമ്പനിയിൽ പേയ്മെൻറ്റ് ഡേയ്സ് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ നല്ലോണം സമയം എടുക്കുന്നുണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ ക്യാഷ് ഫ്ലോസിന് എന്തോ പ്രശ്നമുണ്ട് അല്ലേ? പേയ്മെൻറ്റ് എപ്പോഴാണ് ചെയ്യുക? കയ്യിൽ ക്യാഷ് ഫ്ലോ ഉള്ള സമയത്ത് അല്ലേ? ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോസിന് ഇഷ്യൂ ഉണ്ട്. ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? റിസീവബിൾസും കമ്പയർ ചെയ്യാം. കാരണം എന്താ? റിസീവബിൾസ് നമുക്ക് ടേൺ ഓവർ ഡേയ്സ് കുറയുമ്പോഴാണ് നമ്മുടെ കയ്യിൽ ക്യാഷ് എത്തുള്ളൂ അല്ലേ? ഇപ്പോൾ റിസീവബിൾസ് ടേൺ ഓവർ പീരീഡ് കൂടുന്നതിന് ട്രേഡ് പേബിൾസ് ടേൺ ഓവർ പീരീഡ് എന്ത് ചെയ്യും? കൂടി വരും. കാരണം എന്താ? കയ്യിൽ ക്യാഷ് ഇല്ല. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അടുത്തത്, ക്രെഡിറ്റ് പീരീഡ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റിന് നമ്മൾ സബ്സ്റ്റാൻഷ്യൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ആണ് പറയാൻ പോകുന്നത്. നമ്മളുടെ റെപ്യൂട്ടേഷൻ കുറയും അല്ലേ? നമ്മൾ ഇമേജ് പോവും. സപ്ലൈസ് എന്ത് ചെയ്യൂല? പിന്നെ നമുക്ക് കടത്തിന് സാധനം തരില്ല അല്ലേ? നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മൾ കടം കൊടുത്തു, നാളെ ആക്കിയിട്ടാണ് തിരിച്ചു തരാൻ പോകുന്നത്. പിന്നെ അയാൾക്ക് നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുമോ? ഇല്ല, നമ്മൾ കൊടുക്കൂല, തരൂല എന്ന് തന്നെ പറയും അല്ലേ? അതേപോലെ സപ്ലൈസ് നമ്മളോട് പറയും. രണ്ടാമത്തേത് എന്താണ്? എഡ്ജസ്റ്റിംഗ് സപ്ലയേഴ്സ്. അതായത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലയർ പറയും ഇനി നിങ്ങൾക്ക് കടത്തിനും ഇല്ല ക്യാഷിനും ഇല്ല ഒന്നിനും നമ്മൾ സാധനം വെക്കുന്നില്ല എന്ന് പറയും, വെറുപ്പിച്ച്. ക്ലിയർ അല്ലേ? മൂന്നാമത്തത് എന്താണ്? എൻറ്റിറ്റിക്ക് ഇതിൽ നിന്ന് എന്ത് കുറയും? നമ്മൾ ഡിസ്കൗണ്ട് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേഗം സെറ്റിൽമെൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും അല്ലേ? അപ്പോൾ പേയ്മെൻറ്റ് ഡേയ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യും? നഷ്ടമായി പോകും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ക്യാഷ് സൈക്കിളാണ്. ക്യാഷ് സൈക്കിൾ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് മെഷർ ചെയ്യുന്നത് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ്. ക്ലിയർ? ഓക്കെ. ഈ ക്യാഷ് സൈക്കിള് നമ്മൾ ചുരുക്കി പറയുവാണെങ്കിൽ നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ, നമ്മളെ റിസീവബിൾ കളക്ഷൻ പീരീഡ്, നമ്മളെ പേയബിൾസ് കളക്ഷൻ പീരീഡ്, ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്യാഷ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ക്യാഷ് സൈക്കിൾ ബിസിനസ്സിന് അത്യാവശ്യമാണ്. കാരണം എന്താ? ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ നീഡ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കയ്യിൽ എന്ത് വേണം? ക്യാഷ് വേണം. ക്ലിയർ അല്ലേ? അപ്പോൾ ക്യാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മളുടെ കറണ്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാം അല്ലേ? അത് ആസ് ആൻഡ് വെൻ ഇറ്റ് അറൈസസ് നമുക്ക് എന്ത് ചെയ്യാം? പേ ചെയ്യാം. രണ്ടാമത്തത് എന്താണ്? എന്തെങ്കിലും കമ്പനിക്ക് ഫിനാൻസിങ് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് മേ ബി നമ്മളൊരു ലോൺ എടുത്തു, 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ആ ലോണ് റീപേ ചെയ്യേണ്ട ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ എന്ത് വേണം? അത്രയും ക്യാഷ് ഫ്ലോസ് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ക്യാഷ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഷെയർസാ ഇന്നിപ്പം ഞാൻ എടുത്ത് പുറത്തിടും. മൂന്നാമത്തത് പേറോൾ കോസ്റ്റ്. അതായത് നമ്മൾ മന്ത്ലി ആയാലും വീക്ക്ലി ആയാലും ആർക്ക് പേയ്മെൻറ്റ് ചെയ്യണം? എംപ്ലോയീസിന് പേയ്മെൻറ്റ് ചെയ്യണം അല്ലേ? എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പോൾ എംപ്ലോയീസിന് കൊടുക്കാനുള്ള ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തത്, നമ്മളുടെ ബിസിനസ്സിന് ക്യാപിറ്റൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ചിലപ്പം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ മോർ റോ മെറ്റീരിയൽസ് വാങ്ങാനായിരിക്കും അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉള്ള സമയം നമ്മളെ കയ്യിൽ എന്താണ്? ആഡിക്വേറ്റ് മെഷേഴ്സ് ഓഫ് അല്ലെങ്കിൽ ആഡിക്വേറ്റ് എമൗണ്ട്സ് ഓഫ് ക്യാഷ് ഫ്ലോ ഉണ്ടാവണം. ലാസ്റ്റ് വൺ, നമ്മൾക്ക് സെയിൽസിനും പിന്നെന്താണ് ബിസിനസ്സിൻ്റെ ടാക്സ് കമ്മിറ്റ്മെൻറ്റ്സും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആണ് പറയാൻ പോകുന്നത്. ക്യാഷ് കൺവേർഷൻ സൈക്കിൾ, CCC. ഇക്വേഷൻ എഴുതിക്കോ. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് പ്ലസ് റിസീവബിൾ കളക്ഷൻ പീരീഡ് മൈനസ് ക്രെഡിറ്റ് പേയ്മെന്റ് പീരീഡ്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് പ്ലസ് റിസീവബിൾ കളക്ഷൻ പീരീഡ് മൈനസ് ക്രെഡിറ്റ്
പേയ്മെൻറ്റ് പീരീഡ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലോജിക്ക് പറഞ്ഞുതരാം. ഇത് രണ്ടും കൂടി കൂട്ടിയ കറണ്ട് അസറ്റായി, മൈനസ് കറണ്ട് ലയബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അല്ലേ? അണ്ടർസ്റ്റുഡ്? ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കടാ, ക്യാഷ് എപ്പോഴും ഷോർട്ട് പീരീഡിലാണ് കീപ്പ് ചെയ്യേണ്ടത്. കുറേ കാലം കുറേ ക്യാഷും കീപ്പ് ചെയ്യാൻ പറ്റില്ല. ആ ടൈം നമ്മൾ എന്താണ് ലൂസ് ആകുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻകം എന്താവും? നമ്മൾക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ക്യാഷ് കുറേ കാലം കീപ്പ് ചെയ്യാനും പറ്റില്ല. അപ്പം ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ട് ഇത് മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ക്യാഷ് സൈക്കിള് വളരെ കുറവായിരിക്കും. കാരണം എന്ത് ചെയ്യും? നമ്മൾ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി കസ്റ്റമർ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങും, ഇൻവെൻട്രി വാങ്ങും, ക്യാഷ് വാങ്ങും, ഇൻവെൻട്രി വാങ്ങും. അപ്പോൾ ക്യാഷ് സൈക്കിളിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷെ ഇപ്പം നമ്മളൊരു വലിയ ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പം ഗുഡ്സൊക്കെ നല്ലതുപോലെ സെല്ല് ചെയ്യുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ്സ് ഒന്നല്ല, പക്ഷെ ഒരു ലോങ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാഷ് സൈക്കിൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും. കാരണം എന്താ? നമ്മൾ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റിന് കൊടുക്കും, നമ്മൾ സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്രെഡിറ്റിന് വാങ്ങും. അപ്പം അങ്ങനത്തെ ആ ഒരു സംഭവം എന്ത് ചെയ്യും? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ക്ലിയർ അല്ലേ? ഇവിടെ തന്നിട്ടുള്ള 2 ബിസിനസ്സാണ് കണ്ടോ. 2 ബിസിനസ്സിന് അതിൻ്റെതായ ഡേയ്സ് ആണ് അല്ലേ? ഇനി ഇതൊക്കെ ഉണ്ടാവുന്നത് ബിസിനസ് സ്പെസിഫിക് ആയിട്ടും ബിസിനസ്സിൻ്റെ ആ ഒരു നിലനിൽപ്പ് പോലെ ഇരിക്കും. ചില ബിസിനസ്സസ് എന്ത് ചെയ്യും? 30 days ക്രെഡിറ്റ് പീരീഡ് ഉണ്ടാക്കും. ചില ബിസിനസ് അത് 3 months ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്. ക്ലിയർ അല്ലേ? 3 months ആണെന്ന് പറയാൻ കാരണം ഇൻ പ്രാക്ടീസ് അങ്ങനെയാണ്. പൊതുവേ നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് ഡേയ്സ് എത്രയാണ്? 30 days എന്നുള്ള കണക്കാണ്. പക്ഷേ ഇൻ പ്രാക്ടീസ് അതെന്താവും? ഫ്ലക്ച്വേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഇതൊക്കെ ഇത്രയും നമ്മൾ പഠിച്ചതിന് പുറമേ ഉള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മളുടെ കമ്പനിയുടെ ഫിനാൻസ് റിസ്ക്, എക്സ്പോഷർ, അതൊക്കെ നോക്കുന്നതാണ് അടുത്ത റേഷ്യോസ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, മെഷറിങ് ഗിയറിങ്. ഗിയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഡെപ്റ്റ് റിലേറ്റഡ് റേഷ്യോസ് കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഗിയറിംഗ് റേഷ്യോ എന്താണ്? കമ്പനിയുടെ ഡെപ്റ്റ് റിലേറ്റഡ് റേഷ്യോസ് കണ്ടുപിടിക്കുന്നതാണ് എന്ത്? ഗിയറിംഗ് റേഷ്യോ. അതിൽ ഫസ്റ്റ് വൺ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അതിലുള്ളതുപോലെ ഇക്വേഷൻ എടുക്കാം. ഡെപ്റ്റ് ബൈ ഇക്വിറ്റി, ഡെപ്റ്റ് ബൈ ഇക്വിറ്റി. ക്ലിയർ? ഇനി ചില സമയത്ത് നമ്മൾ രണ്ടും എടുക്കും. അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡിനോട് ഡെപ്റ്റ് ഗിയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കും. അതെങ്ങനെയാണ്? ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ സിഇ, അതായത് ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. മനസ്സിലായോ? 2 റേഷ്യോസിലും കണ്ടുപിടിക്കുക. രണ്ടും ഓക്കെയാണ്. ഇതുപോലെ നിങ്ങൾ വളഞ്ഞു കുടിക്കണ്ട. ഡി ബൈ ഇ, മറ്റേതെന്താ? ഡി ബൈ ടി പ്ലസ് ഇ, അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഓക്കെ അല്ലടാ? ലോങ് ടേം ഡെപ്റ്റിൽ എന്തൊക്കെയാണ് വരിക? നോൺ കറണ്ട് ലോണും റെഡീമബിൾ പ്രിഫറൻസ് ഷെയറും എവിടെ പെട്ടു? നോൺ കറണ്ട് ലയബിലിറ്റീസിൽ പെട്ടു. ഇക്വിറ്റിയിൽ എന്തൊക്കെ ഉണ്ടാവും? ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, ഷെയർ പ്രീമിയം ഉണ്ടാവും, റിസർവ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, റീവാലുവേഷൻ റിസർവ്, ഇതൊക്കെ എന്തുണ്ടാവും? ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ ഇക്വിറ്റി ആയിട്ട് എടുക്കും. ക്ലിയർ അല്ലേ? ഇക്വിറ്റിയിൽ എല്ലാം പറ്റും. ഷെയർ ക്യാപിറ്റലിൻ്റെ താഴെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പെട്ട്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്താണ്? ലയബിലിറ്റീസ് തന്നെയാണ്. കാരണം എന്താണ്? അതെപ്പോഴും റീപേ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കുന്നത്. ഇനി റെഡീമബിൾ പ്രിഫറൻസ് ഷെയറിന് നമ്മൾ എന്ത് ചെയ്യണ്ട? റീപേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓർഡിനറി ഷെയർ ക്യാപിറ്റലായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക? നമ്മൾ എടുക്കുക. അതുകൊണ്ട് തന്നെ ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയറിനെ നമ്മൾ ഇക്വിറ്റീൻ്റെ ഉള്ളിൽ എടുക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലോടോ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഹൈ ആൻഡ് ലോ ഗിയറിംഗ്. എടാ, നമ്മൾ പുറത്തുനിന്ന് ലോൺ എടുത്താൽ നോർമലി അതെന്താണ്? ഒരു റിസ്കി ബിസിനസ്സാണ്. കാരണം എന്താ? നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുവാണ്. 2 കമ്മിറ്റ്മെൻറ്റ്സാണ്. ഒന്നെന്താണ്? നമ്മൾ എടുക്കുന്ന ലോണിന് നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് പേ ചെയ്യും അല്ലേ? നമ്മൾ എടുക്കുന്ന ലോണിന് നമ്മൾ എന്ത് ചെയ്യും?
ഇൻട്രസ്റ്റ് പേ ചെയ്യും. രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് എന്താ, ഇത്ര ഇയേഴ്സ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, നമ്മൾക്കത് റീപേ ചെയ്യണം അല്ലേ. അപ്പം എപ്പോഴും ഒരു റിസ്കി ആക്ടിവിറ്റി ആണെന്ത് ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ റീപേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ കമ്പനി എന്താവും, ഇൻസോൾവെൻ്റ് ആവും. ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ആവും. ക്ലിയർ അല്ലേ? നമ്മൾക്കെതിരെ കേസ് കൊടുക്കാം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഇക്വിറ്റി ഫിനാൻസിൻ്റെ കേസിലാണെങ്കിലോ ലെസ് റിസ്കിയാണ് അല്ലേ. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ ആർക്ക് റിട്ടേൺസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഭയങ്കര പ്രഷറായിരിക്കും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്. എന്തുണ്ടായാലും എന്ത് ചെയ്യും, ഫ്രീസ് ചെയ്യും അവർ. ക്ലിയർ? അപ്പം എന്തില്ല, മാൻഡേറ്ററി റീപേയ്മെൻറ്റ് ക്ലോസ് ഒന്നും ഇല്ല. ഡിവിഡൻഡ് പേ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തും വരില്ല, ഇൻസോൾവൻസി പ്രൊസീഡിങ്, നമ്മൾ അഗെയിൻസ്റ്റ് കേസൊന്നും വരത്തില്ല. ക്ലിയർ? കാരണം എന്താ, കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആണ്, പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? സർവീസിങ് ഓഫ് ഫിനാൻസ്. ഇനി നമ്മൾക്ക് ഡെപ്റ്റ് സർവീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡെപ്റ്റ് നമ്മൾക്ക് കിട്ടണമെങ്കിൽ അതിന് സർട്ടൻ മെയിൻ്റനൻസ് ഉണ്ട്. എന്താണ് മെയിൻ്റനൻസ്? ഒരേ ഒരു മെയിൻ്റനൻസേ ഉള്ളൂ, ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് അടക്കുക അല്ലേ. ഇൻട്രസ്റ്റ് അടക്കാതെ ഒരു ഡെപ്റ്റും ഇല്ല. ഡെപ്റ്റ് കിട്ടുമ്പോൾ എന്തും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് എന്ത്, ഇൻട്രസ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി ശ്രദ്ധിച്ചു കേട്ടോ, നമ്മൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്ക് പേടിയുണ്ടാവും, ഷെയർ ഹോൾഡേഴ്സിന് പേടിയുണ്ടാവും. കാരണം എന്താ, അവർക്ക് കിട്ടുന്ന റിട്ടേൺസും എന്താവും, കുറയും അല്ലേ. ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റിട്ടേൺസ് കുറയില്ലടോ. കാരണം എന്താ, കോസ്റ്റ് എന്തായിട്ട് പോവും, SOPL ഇൻട്രസ്റ്റ് ആയിട്ട് പോവും, പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറയുമ്പോൾ ആർക്കും കുറയും, ഷെയർ ഹോൾഡേഴ്സിനും കുറയും. അപ്പം ഡയറക്റ്റ്ലി അവരോട് കണക്റ്റഡ് ആണ് അല്ലേ. അപ്പം ഡെപ്റ്റിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമല്ല അതിൻ്റെ കോസ്റ്റ്, ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അതിൻ്റെ കാരണമാണ് പറയാൻ പോകുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദി ഇക്വിറ്റി ഹോൾഡേഴ്സ് എക്സ്പെക്ട് എ ഗ്രേറ്റർ റിട്ടേൺ than they could achieve offering a fixed loan to a business entity. Remember, lenders received fixed mandatory repayments. They also take out security on the assets of an entity. Equity holders do not have this comfort blanket. They receive no guaranteed returns and they take no considerable risk. They would therefore expect greater returns on their investments. If they could not achieve this, they would surely not accept the risk of buying shares or lending their money instead. അപ്പം ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് മാത്രമല്ല കോസ്റ്റ്, ഡെപ്റ്റിൻ്റെ ഒന്നിച്ച് വരുന്ന വേറൊരു റിസ്ക് ആണ് എന്ത്, പോസിബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ബീങ് എന്താണ്, റേസിങ് ദെയർ റിട്ടേൺസ്. അതായത് ഡെപ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലുണ്ടാവും എന്താണ്, ഇതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് അടക്കണം. അത് കമ്പനി നല്ലതായാലും മോശമായാലും എന്ത് ചെയ്യേണ്ടി വരും, ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. ഇൻട്രസ്റ്റ് അടക്കുമ്പോൾ SOPL കുറയും. SOPL കുറയുമ്പം ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺസ് കുറയും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കുഴപ്പമാവും. കാരണം എന്താ, ഷെയർ ഹോൾഡേഴ്സ് എന്തിനാ കമ്പനി നടത്തുന്നത്, അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ ഡെപ്റ്റ് എടുത്താൽ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കൊടുക്കുമ്പോൾ ഇവരുടെ കോസ്റ്റ് കുറയൂലേ. അപ്പോൾ ഈ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഹയർ റിട്ടേൺസ് ആണ് എക്സ്പെക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഒരു 2%, ഒരു 5% ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അതായത് ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുക ഒരു 25% റിട്ടേൺസ് ഒക്കെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അവരുടെ റിട്ടേൺസ് എപ്പോഴും ഡെപ്റ്റിനെയും കാട്ടിയും ഹയർ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? ഇതൊരു ലോജിക്കാണ്, ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ഡെപ്റ്റിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റിനെയും കാട്ടിയും ഹയർ ആയിരിക്കും എന്ത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മളെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രമാത്രം അറിഞ്ഞാൽ മതി. ഇനി വേറൊരു കാര്യം കൂടെ, എടാ അവർ വിചാരിക്കുന്ന ഹയർ റിട്ടേൺസ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവർ പിന്നെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ വാങ്ങൂല, ഷെയർ ഇഷ്യൂ ചെയ്താലും വാങ്ങൂല. അതുപോലെ തന്നെ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് കുറയും. ഓക്കെ, അപ്പോൾ ഡിവിഡൻസ് പേ ഔട്ട് ചെയ്യുന്നത് എന്താണ്, കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് കൂട്ടുന്ന സാധനം. ഇപ്പോൾ ഡിവിഡൻസ് പേ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് കുറയും. ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യൂല, ഷെയർ ക്യാപിറ്റൽ വാങ്ങത്തില്ല. പക്ഷെ അതിന് പകരം അവരെന്ത് ചെയ്യും, നമ്മൾ ക്യാഷ് കടം തരാം. കാരണം കടം കൊടുത്ത് എന്തായാലും എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന ഉറപ്പാണ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇനി അതുകൊണ്ട് തന്നെ
ഹൈലി ഗിയേർഡ് കമ്പനി എന്താണ്? എപ്പോഴും റിസ്കിയർ ആണ് അല്ലെ? അതായത് ഹൈലി ഗിയേർഡ് കമ്പനിയും റിസ്ക് ആണ്, അതേപോലെ ഹൈ ഷെയർ ക്യാപിറ്റൽ റൺ ചെയ്യുന്ന കമ്പനിയും റിസ്കിയർ ആണ്. മനസ്സിലായോ? കാരണം രണ്ടിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, നന്ന ഡെപ്റ്റ് കൂട്ടാനും പറ്റില്ല, നന്ന ഡെപ്റ്റ് കുറക്കാനും പറ്റില്ല. കാരണം എന്താ? ഷെയർ ക്യാപിറ്റൽ കൂടിപ്പോകും. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടോ? ജസ്റ്റ് ലോജിക് മാത്രം തിന്നാൽ മതി, അത്ര നിങ്ങൾക്ക് ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല. എസ് ഒന്നും ഇതുണ്ടല്ലോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, അടുത്ത റേഷ്യോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇക്വേഷൻ ഇതാണ്, PBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. PBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് ടൈംസിലാണ് മെഷർ ചെയ്യുക. ടൈംസ് ആണ്. ശ്രദ്ധിച്ചോട്ടോ, നമ്മളെ കയ്യിലുള്ള പ്രോഫിറ്റിൽ നിന്ന് എത്ര പ്രാവശ്യം നമ്മൾക്ക് ഇൻട്രസ്റ്റ് അടക്കാൻ പറ്റും എന്നുള്ള മെഷർ ചെയ്യുന്നതാണ് എന്ത്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇപ്പോൾ സപ്പോസ് 100 ആണ് ഇൻട്രസ്റ്റ് പെർ ഇയർ. നമ്മളുടെ PBIT 500 ആണെന്ന് വിചാരിക്കാം. 500/100 അല്ലേ? അപ്പം എത്ര പ്രാവശ്യം അടക്കാൻ പറ്റും? 5 times. മനസ്സിലായോ? 5 പ്രാവശ്യം എന്ത് ചെയ്യാം? ആ പ്രോഫിറ്റിനെ കൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് അടക്കാമെന്ന് ഉദ്ദേശിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ICR എന്നാ പറയാ. ലോ ICR ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കമ്പനിക്ക് റിസ്ക് കൂടുതലാണ്, ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യില്ല, അവരുടെ ഡിവിഡൻസ് ഒന്നും കിട്ടൂല. കാരണം ഉള്ള ഡിവിഡൻസ് മൊത്തം എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് അടച്ച് തീരും. ഉള്ള പ്രോഫിറ്റ് മൊത്തം ഇൻട്രസ്റ്റ് അടച്ച് തീരും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനൊന്നും ബാക്കി വരത്തില്ല. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? രണ്ടാമത്തേത്, എൻറ്റിറ്റിക്ക് എന്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഫിനാൻസിങ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തേത്, ഇൻട്രസ്റ്റ് കവറേജ് ലെസ് ദാൻ 2 എന്താണ്? എപ്പോഴും സാറ്റിസ്ഫാക്ടറി ലെവൽ അല്ല, അൺസാറ്റിസ്ഫാക്ടറി ലെവലാണ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇനി ഇൻട്രസ്റ്റ് കവർ. അപ്പൊ എപ്പോഴും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത്, ലോങ് ടേം ഫിനാൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി കൂടെ നോക്കണം. കാരണം ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് എവിടെ നിന്നാണ്? പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പൊ പ്രോഫിറ്റ് ഇനി മൊത്തമായിട്ട് പോകാനും പറ്റില്ല. കാരണം പ്രോഫിറ്റ് കുറച്ച് എന്ത് ചെയ്യണം? എപ്പോഴും റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് കീപ്പ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തം എല്ലാ കൊല്ലവും ഇൻട്രസ്റ്റ് ആയിട്ട് പോവുകയാണ്. പ്രോഫിറ്റ് ഒന്നും റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കമ്പനി ഒരുപാട് കാലം മെയിൻറ്റെയിൻ ചെയ്ത് പോവോ? ഇല്ല. കമ്പനിക്ക് എന്തായാലും ഇഷ്യൂസ് ഉണ്ടാവും. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനൊക്കെ എഫക്റ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പം എപ്പോഴും ICR എന്നുള്ളത് നല്ല ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, ഇനി അടുത്തത് ചാപ്റ്റർ കഴിഞ്ഞിട്ടോ? ഇല്ല, 12 മണിക്ക്. ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് 1. Neville is an entity that manufactures and retails office products. It summarized FS for the year ended 30th June 2004 and 2005 are given below. നിങ്ങളെ കയ്യിൽ SOPയിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് അല്ലടാ? നിങ്ങളെ ബുക്ക് നോക്കി കണ്ട് ഇതിനെയും കാട്ടി. പിന്നെ SOFP തന്നിട്ടുണ്ട് താഴെ അല്ലേ? ഇവിടെ ബുക്ക് നോക്കിയേ. അതിൽ additional information. The directors concluded that the revenue for the year ended 30th June 2004 fell below budget and introduced measures during the year ended 30th June 2005 to improve the situation. These included cutting selling price, extending credit facilities to customers, leasing additional machinery in order to be able to manufacture more products. The directors are now reviewing the results for the year ended 30th June 2005. Calculate the ratios for and comment upon the profitability, liquidity and financial position of 2004 and 2005. ആദ്യം നിങ്ങൾ 2004 റേഷ്യോസ് മൊത്തം കണ്ടുപിടിക്കും. ഇതുവരെ പഠിപ്പിച്ച എല്ലാ റേഷ്യോസും തുടങ്ങിക്കോ. നല്ലേ ആദ്യം പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കണ്ടുപിടിച്ചോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ROCE